ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ അതായത് കിണറിൽ നിന്ന് മോട്ടർ അടിക്കുന്ന സമയത്ത് തന്നെ ഫിൽറ്റർ ചെയ്തിട്ട് ടാങ്കിലേക്ക് കണക്ട് ചെയ്യുന്ന ഫിൽറ്ററാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സബ്മേഴ്സിബിൾ മോട്ടറാണ്. സബ്മേഴ്സിബിൾ മോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിടുന്ന മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. കിണറിൻ്റെ അകത്ത് ഇറക്കിയിടുന്ന മോട്ടറാണ്. അതിന് വന്നിരിക്കുന്നത് ഫേസ് ന്യൂട്രും വന്നതിന് ശേഷം സിംഗിൾ ഫേസ് വന്നതിന് ശേഷം RYB ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. RYB ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നേരെ സബ്മേഴ്സിബിൾ മോട്ടറിലേക്കാണ് പോകുന്നത്. ആ നേരെ പോകുന്നത് കിണറിൽ താഴ്ത്തിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ പൈപ്പ് കാര്യങ്ങൾ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് അതിൻ്റെ മെയിൻ ഫിൽറ്റർ സെക്ഷൻ വരുന്നത്. ഫിൽറ്റർ സെക്ഷൻ കണക്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒന്ന് കാണാം. ആദ്യമേ തന്നെ മോട്ടർ നമുക്ക് കിണറിൽ നിന്ന് ഇട്ടേണ മോട്ടർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഒരു പച്ചോസ് നേരെ ആ റിങ് തുളച്ച് വന്നിരിക്കുന്നുണ്ടോ. അത് നേരെ തുളച്ച് വന്നതിന് ശേഷം പുറത്തേക്ക് ഒരു ഔട്ട്ലെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ ഒരു ഇഞ്ച് വാൽവ് കൊടുത്തതിന് ശേഷം കണ്ടോ, ഒരു 1.25 ഇഞ്ച് വാൽവ് വെച്ചതിന് ശേഷം ആ വാൽവ് നേരെ വരുന്നത് മോട്ടർ നമ്മളിവിടെ കൊടുത്തത് നേരെ ഫിൽറ്ററിലേക്കാണ് വരുന്നത്. ഇവിടെയും നമ്മൾ ഇതുപോലെ തന്നെ ഫിൽറ്റർ ചെയ്യുന്ന കണ്ടോ, ഈ വരുന്ന പൈപ്പാണ്. ഈ വരുന്ന പൈപ്പ് നേരെ ഒരു ടീ ഇട്ടതിന് ശേഷം നേരെ ഒന്ന് നമുക്ക് ഫിൽറ്ററിലേക്ക് കൊടുത്തു. ഇനി ആ പൈപ്പ് ആ ഫിൽറ്റർ വഴിയാണ് നേരെ നമ്മുടെ ഈ പൈപ്പ് കണ്ടോ, ഇപ്പുറത്തെ പൈപ്പ് 1 ഇഞ്ച് പൈപ്പ് വഴിയാണ് നേരെ ടാങ്കിലേക്ക് പോകുന്നത്. ടാങ്കിലേക്ക് അതായത് മോട്ടറിൽ നിന്ന് ആ പൈപ്പ് വന്നതിന് ശേഷം അത് നേരെ ടാങ്കിലേക്ക്. പിന്നെ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു പുറത്തേക്ക് ഒരു വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വാൽവ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മോട്ടറിൽ നിന്ന് വന്നിരിക്കുന്ന കണക്ഷൻ നേരെ വന്നതിന് ശേഷം ഫിൽറ്ററിലേക്കാണ് കൊടുക്കുന്നത്. ഫിൽറ്ററിൻ്റെ ഒരു എൻഡിലേക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ മോട്ടർ അടിക്കുന്ന സമയത്ത് ഈ ഫിൽറ്ററിലേക്കാണ് വരുന്നത്. ഏറ്റവും ആദ്യം മോട്ടറിൻ്റെ ഔട്ടിൽ നിന്ന് വരുന്ന വെള്ളം നേരെ ഫിൽറ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് നേരെ ഈ പറയുന്ന ഏറ്റവും താഴെ കണ്ട ആ ടാങ്കിലേക്ക് പോകുന്നത്. ഇതൊരു എക്സ്ട്രാ ഒരു വാൽവ്, ഫ്ലഷ് വാൽവ് എന്ന് പറഞ്ഞാൽ പറയുന്നത് അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യുന്നതിനും എയറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കറക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ആ വാൽവ് കൊടുത്തിരിക്കുന്നത്, എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന രീതി കാര്യങ്ങൾ ഇതിൻ്റെ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. വരുന്നത് ഇൻലെറ്റ്, ഔട്ട്ലെറ്റ്, അതുപോലെ തന്നെ ഫ്രഷ് വാൽവിലേക്കുള്ളതും കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഇത് എന്തിന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിണറിൽ നമ്മൾ എല്ലാവരുടെയും കിണറുകളിൽ ചിലപ്പോൾ നല്ല വെള്ളം ആയിരിക്കണം നിർബന്ധമില്ല. താഴെ നിന്ന് അടിച്ച് വരുന്നത് ചെളിവെള്ളം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. ഓവറല്ല ചെളിവെള്ളം, ഓവർ ചെളിവെള്ളം ആണ് നമ്മൾ വരുന്നതെങ്കിൽ ഫിൽറ്റർ വെക്കേണ്ടി വരും. ഇനി അതല്ല ഒരു നോർമൽ ലെവലുള്ള വെള്ളത്തിൽ ചെറിയ അംശം ചെളിയുടെ ചെറിയ അംശം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ടാങ്കിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ ചെളി അടിഞ്ഞുകൂടാനുള്ള ചാൻസും അത് നേരെ പൈപ്പിലേക്ക് ഇറങ്ങാനുള്ള ചാൻസും ഉണ്ട്. എല്ലാ ടാപ്പുകളിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനും അത്യാവശ്യം ശുദ്ധീകരിക്കാനും വേണ്ടിയിട്ടാണ് ഫിൽറ്റർ ഡയറക്റ്റ് കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ ഫിൽറ്റർ രണ്ട് രീതിയിലും വെക്കാം. നമ്മൾ ഇന്നും കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു ഫിൽറ്റർ ഔട്ടിലും കൊടുക്കാം. അതായത് മോട്ടർ അടിക്കുന്ന സമയത്ത് ഫിൽറ്റർ ചെയ്ത് നേരെ ടാങ്കിലേക്ക് പോകുന്നു. അതിനുശേഷം നേരെ വരുന്ന ഔട്ട്പുട്ട്, അത് ടാങ്കിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നുണ്ട്. ആ ഔട്ട്പുട്ടിലേക്കും വേണമെങ്കിൽ നമുക്ക് ഒരു ഫിൽറ്റർ വെച്ച് നമുക്ക് എക്സ്ട്രാ കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റിപ്ലൈ തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സബ്സ്ക്രൈബ് എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യുന്നില്ലാന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall.